തൃശൂർ പെരുമ്പിലാവ് ലഹരി സംഘങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിലെ കൊലപാതകത്തിൽ മുഖ്യപ്രതി ലിഷോയ് പിടിയിൽ. കേസിൽ 3 പേരെ നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു. നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയായ അക്ഷയ് കൂത്തനാണ് ഇന്നലെ രാത്രി കൊല്ലപ്പെട്ടത്. ലഹരി കച്ചവടക്കാർ തമ്മിൽ റെന്റക്കാറിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് വ്യക്തമാക്കി. അഖിൽ വിവരങ്ങൾ നൽകും. അഖിൽ, ലഹരി സംഘങ്ങൾ തമ്മിലുള്ള സംഘർഷം ഒരുപാട് തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിലൊക്കെ ഉൾപ്പെടുന്ന ആളുകൾ കൂടിയാണ് ഇതിനകത്ത് ഇന്നലെ പിടിയിലായിരിക്കുന്നത്. എന്തൊക്കെ വിവരങ്ങൾ? ജിൽസി, ഒന്നിലധികം പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമങ്ങളിലടക്കമുള്ള പോർവിളികളും ഈ അക്ഷയും അതുപോലെ തന്നെ ലിഷോയും ഒക്കെ തമ്മിലുണ്ടായിരുന്നു. ഇവരെല്ലാം ഒരു സംഘമായി പ്രവർത്തിച്ചിരുന്നതാണ്. ഇവരൊക്കെ സുഹൃത്തുക്കളാണ്. ഇതിനിടയിൽ അക്ഷയ് ഈ ലഹരി കേസിൽ പിടിയിലാവുകയും ചെയ്തിരുന്നു. ഇതും അതോടൊപ്പം തന്നെ ഈ കാറുമായി ബന്ധപ്പെട്ട ഒരു തർക്കവും ഒക്കെ ഇവർ തമ്മിൽ നിലനിന്നിരുന്നു. ഇതൊക്കെ തന്നെ ഈ പ്രശ്നങ്ങളിലേക്ക് നയിച്ചു. അക്ഷയ് രാത്രി ഒരു 7:30 കൂടി തന്നെ ഈ ലിഷോയുടെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. ലിഷോയുടെ വീട്ടിലെത്തി ഈ ഫ്രണ്ടിലുണ്ടായിരുന്ന കാറ് വടിവാൾ ഉപയോഗിച്ചു അടിച്ച് തകർത്തു. ഇത് തകർത്തതിന് പിന്നാലെ തന്നെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ ലിഷോയും അതുപോലെ തന്നെ നിഖിലും ബാദുഷ ഇവർ പുറത്തേക്ക് ഇറങ്ങി വരികയായിരുന്നു. തുടർന്ന് ഈ അക്ഷയുടെ കൈവശമുണ്ടായിരുന്ന വടിവാളെത്തി പിടിച്ചു വാങ്ങിയാണ് ഈ ലിഷോയ് അക്ഷയെ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. ഇതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആക്രമണത്തിനിടയിലാണ് ഇത്തരത്തിൽ ഈ ബാദുഷയ്ക്ക് പരിക്കേൽക്കുന്നത്. ബാദുഷയുടെ പരിക്ക് ഗുരുതരമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ നിലവിൽ ചികിത്സയിൽ കഴിയുന്ന നിലയിൽ പോലീസ് കസ്റ്റഡിയിലൂടെ തന്നെയാണ് ബാദുഷ നിലവിൽ ചികിത്സയിൽ കഴിയുന്നത്. മറ്റ് പിടിയിലായ 2 പേർ എന്ന് പറയുന്നത് ഒന്ന് നിഖിലാണ്. ഈ നിഖിലിനൊപ്പം പിടിയിലാവുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ആകാശ് എന്ന് പറയുന്നത്. ആകാശിന് നേരിട്ട് ഈ കേസുമായി ബന്ധമില്ല. പക്ഷേ ഈ നിഖിലിനെ രക്ഷപ്പെടാൻ ആകാശ് സഹായിച്ചിട്ടുണ്ടോ എന്നാണ് പോലീസ് പരിശോധിച്ചു വരുന്നത്. കാരണം നിഖിൽ പിടിയിലാവുന്ന സമയത്ത് ആകാശ് ഒപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആകാശിനെയും കസ്റ്റഡിയിലെത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായിട്ടുള്ള ലിഷോയെ, അതായത് ഈ അക്ഷയെ വെട്ടിക്കൊലപ്പെടുത്തിയ ലിഷോയെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. ലിഷോയുടെ വീട് പരിസരത്ത് നിന്ന് തന്നെയാണ്. അതായത് ഈ പ്രതി ആ പരിസരത്തുണ്ട് എന്നൊരു വിവരം പോലീസിനുണ്ടായിരുന്നു. അതിനെ തുടർന്ന് പോലീസ് ഈ പ്രതിയുടെ വീട് പരിസരത്ത് തന്നെ നിലയുറപ്പിച്ചിരുന്നു. അതിനിടയിൽ ഈ വീട്ടിലേക്ക് പ്രതി വരികയായിരുന്നു. ആ സമയത്ത് പോലീസിനെ വെട്ടിച്ച് ഓടി രക്ഷപ്പെട്ടു. അതിനുശേഷം ആ പ്രദേശത്ത് തന്നെയുള്ള മറ്റൊരു വീട്ടിൽ പ്രതി ഒളിച്ചു നിൽക്കുകയായിരുന്നു. ഈ പ്രദേശത്തൊക്കെ തന്നെ പോലീസ് ആകമാനം അരിച്ചു പെറുക്കി. അതിനിടയിലാണ് പ്രദേശത്തെ മറ്റൊരു വീട്ടിൽ നിന്നും ഇന്ന് രാവിലെ ഈ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോൾ ഈ നിഖിലെ മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ട്. 3 പേർ, അതായത് പോലീസ് സ്റ്റേഷനിലുള്ളത് 3 പേരാണ്. അതായത് ഒന്ന് അക്ഷയ്, നിഖിൽ, അതോടൊപ്പം തന്നെ ലിഷോയ്. ഈ മറ്റൊരു കസ്റ്റഡിയുള്ള പ്രതി എന്ന് പറയുന്ന ബാദുഷ ഗുരുതരമായി തന്നെ പരിക്കേറ്റ് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഈ അക്ഷയുടെ കാര്യത്തിൽ, അതായത് അക്ഷയ് ഇത്തരത്തിൽ നിഖിൽ രക്ഷപ്പെടാൻ സഹായിച്ചിട്ടുണ്ടെന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. അത്തരത്തിലൊരു രക്ഷപ്പെടാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നിഖിലും അക്ഷയും ഈ കേസിൽ പ്രതിയാകുമെന്നുള്ളതാണ്. പക്ഷേ നിലവിൽ ഈ പ്രധാനമായി 3 പേരാണ്. അതായത് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തത് അല്ലെങ്കിൽ നേരിട്ട് ബന്ധമുള്ളത് 3 പേർക്കാണ്. നിഖില്, ലിഷോയ്, അതുപോലെ തന്നെ ബാദുഷ എന്നിവർക്കാണ്. ഇപ്പൊ എന്തായാലും കേസിലെ പ്രധാനപ്പെട്ട പ്രതികൾ എല്ലാവരും തന്നെ പിടിയിലായിട്ടുണ്ട്. ലഹരി മാഫിയ സംഘങ്ങൾക്കുള്ളിലെ തർക്കം, ലഹരി കച്ചവടവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ തന്നെ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. എന്തായാലും ഈ ലഹരി തർക്കവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇവർ തമ്മിൽ എന്നാണ് പറയുന്നത്. എന്തായാലും ഒരു കൊലപാതകത്തിലേക്കൊക്കെ നയിച്ചിരിക്കുന്നു. പ്രതികൾ ഇപ്പോൾ പിടിയിലായിരിക്കുകയും ചെയ്തിരിക്കുന്നു. വിവരങ്ങളാണ് അഖിൽ നൽകിയത്.